ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വിശേഷങ്ങളുമായി വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ. ഇന്നലെ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇന്നലെ ഞങ്ങൾ സൺഡേ ആയിട്ട് സാൻവിയുടെ ഒപ്പം പുറത്തൊക്കെ പോയി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. സാൻവിക്ക് പ്രത്യേകം പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ സാൻവിക്ക് പ്രത്യേകം പറഞ്ഞില്ലെന്ന് പറഞ്ഞ് സാധാരണ ഞങ്ങൾ കഴിക്കുമ്പോൾ അവൾക്കും കൂടി കുറച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വായിൽ. ഇന്നലെ അവൾക്ക് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ട് മുട്ട വഴക്കായിരുന്നു. അങ്ങനെ പിന്നെ അവൾക്ക് പ്രത്യേകം പ്ലേറ്റൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ പറഞ്ഞ് കൊടുത്തണൊക്കെയാണ് അവൾ അടങ്ങിയത്. സാൻവി ദേ ഒരു പേപ്പറും ബുക്കുമായിട്ട് ഇരിക്കുകയാണ്. ഒരു പേന എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. പടം വരയ്ക്കാൻ പോവാന്നാണ് പറയുന്നത്. എന്തൊക്കെയോ കുത്തി വരച്ചിട്ട് പടം വരച്ചെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പടം വരച്ച് കാണിച്ചു കൊടുത്തേ. പടം വരച്ചിട്ട് അമ്മ ഇങ്ങ് കൊണ്ടൊന്ന് കാണിച്ചു തരണേ. സാൻവി പടം വരയ്ക്കുകയാണ്. എന്തൊക്കെയോ കുത്തി ഇങ്ങനെ വരയ്ക്കും കേട്ടോ. പേന ഇപ്പൊ പെൻസില് കൊണ്ട് അംഗൻവാടിയിൽ ടീച്ചർ എഴുതിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ പെൻസിൽ ഇപ്പൊ വശമായി വരുന്നു. മറ്റൊക്കെ പെൻസിൽ പിടിക്കാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പൊ പെൻസിൽ വശമായി വരുന്നുണ്ട്. കമന്ന് കിടന്നാണ് വരയ്ക്കണത്. നേരെ ഇരുന്നൊന്നും വരയ്ക്കൂല. ബുക്കിനകത്തോട്ട് കിടക്കുകയാണ്. വരച്ചോണ്ടിരിക്കുകയാണ്. വരച്ചു കഴിയുമ്പോൾ കൊണ്ട് കാണിക്കും കേട്ടോ. എന്തൊക്കെയോ വരച്ചു വെക്കൂ. കിടന്നിരുന്ന് എന്തൊക്കെയോ വരച്ചു വെക്കും. കുത്തിക്കുരിച്ചൊക്കെ വെക്കാറുണ്ട്. ഇനി ഇപ്പൊ എന്താവോ അറിയത്തില്ല. പറയുമ്പോ എന്തിനാണ് വരയ്ക്കുന്നത് നോക്കുകയെന്ന് അറിയത്തില്ല. എന്തൊക്കെയോ ഒരു ഓർഡറിൽ ഇങ്ങനെ വരച്ചു വെക്കും. അവളുടെ ഒരു ഇങ്ങനെയൊക്കെയാണല്ലോ പിള്ളേർ വരച്ച് പഠിക്കുന്നത്. വരയ്ക്കാനൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ അതൊരു പ്രത്യേക വാസന തന്നെയാണ്. വരയ്ക്കാന്, അതുപോലെ പാടാന്, ഡാൻസ് കളിക്കാന്, അതൊക്കെ എല്ലാവർക്കും കിട്ടുന്നൊരു കലയല്ല. വരയ്ക്കാനൊക്കെ പിള്ളേർക്ക് കഴിവുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇന്നിവിടെ മഴയൊക്കെ ആയിരുന്നു. ഞാൻ വരച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ വരച്ചിട്ട് കൊണ്ട് കാണിക്കാവേ. വരച്ചിട്ട് കാണിക്കണേ. വരച്ചിട്ട് കാണിക്കാം. കിച്ചണില് ഞാൻ ഇത്തിരി ഫുഡ് അടുപ്പയിലോട്ട് വെച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഓടി വന്ന് വീഡിയോ എടുക്കാന്ന് കരുതി. കിടക്കാൻ തുടങ്ങി. ഇനി അടുത്ത കിടന്ന് വരയ്ക്കുകയാണ്. ഇരുന്ന് വരച്ചു കഴിഞ്ഞ് ഇനി അടുത്ത കിടന്ന് വരയ്ക്കുകയാണ്. ഇരുന്ന് കിടന്നും ഒക്കെയാണ് വരച്ച് എഴുതിയൊക്കെ പഠിക്കുന്നത്. പണ്ട് നമ്മളും അങ്ങനെയായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കാൻ പറയുമ്പോൾ ആദ്യം കുറച്ചൊരു ഇരുന്ന് വായിക്കും. വായിച്ചു കഴിയുമ്പോൾ പിന്നെ ഉറക്കം വരാൻ തുടങ്ങുമ്പോൾ പിന്നെ കിടന്ന് വായിക്കാന്ന് പറയും. കിടന്ന് വായിച്ച് അതിൻ്റെ പുറത്തോട്ട് പുസ്തകത്തിൻ്റെ പുറത്തോട്ട് കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെ എത്ര തവണ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നറിയും. അതൊക്കെ ഒരു കാലം. പുസ്തകത്തിൻ്റെ പുറത്ത് കിടന്നുറങ്ങി ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് എണീറ്റ് നോക്കും. ചിലപ്പോൾ ഇടയ്ക്ക് എണീക്കും. ചിലപ്പം എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പേജൊക്കെ ചുളുങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ കീറും. പഠിക്കേണ്ടത് എന്തെല്ലാം കോലങ്ങൾ കാണിക്കും. കുത്തിയിരുന്ന് ഉറങ്ങി തൂങ്ങി പഠിക്കാണ്ടിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. പുസ്തകം എടുക്കുമ്പോഴത്തേക്കാണ് ഈ ഉറക്കം വരുന്നത്. അതുവരെ നമ്മൾ ഓടി എടുക്കും. പുസ്തകം കൂടെ എടുത്ത് വായിക്കാൻ പറയാം. അപ്പം കോട്ടുകാര് അറിയത്തില്ല. പുസ്തകത്തിലെ കാര്യം പറയുമ്പോഴേ കോട്ടുകാര്. അതെല്ലാവർക്കും വേഗം എന്തോ. എനിക്കെന്താ അറിയത്തില്ല. എനിക്കങ്ങനെയാണ്. പുസ്തകത്തിന്റെ കാര്യം പറയുമ്പോൾ അപ്പം ഉറക്കം. ഒരിടത്ത് ഇരുന്ന് ഇങ്ങനെ എന്നെ പിടിച്ച് അടക്കി വെക്കുന്ന ഒരു പരിപാടി എനിക്ക് പണ്ടേ പറ്റൂല. ഞാനിങ്ങനെ സ്വാതന്ത്ര്യത്തിന് ഓടി നടക്കണം. അതാണ് എൻ്റെ ഒരു രീതി. അപ്പൊ ഈ പുസ്തകത്തിന്റെ മുന്നിൽ കുറെ നേരം പിടിച്ചിരുത്തി വെക്കുമ്പോഴാണ് ഉറക്കം വരുന്നത്. പിന്നെ കുക്കിംഗ് ഒക്കെ ഇപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. മറ്റേ വീട്ടിലായിരുന്നപ്പോൾ അങ്ങനെ കുക്കിംഗ് ഒക്കെ അമ്മയങ്ങ് ചെയ്തോളുമായിരുന്നതുകൊണ്ട് ഞാൻ ഒന്നിനും കൂടുതലായിരുന്നു. ഇപ്പൊ കുക്കിംഗ് ഒക്കെ പഠിച്ച് ഞാൻ തന്നെ പരീക്ഷണങ്ങളാണ്.
അറിയാത്തതൊക്കെ യൂട്യൂബിൽ നോക്കും. ഞാൻ കുക്കിംഗ് ആണ്. യൂട്യൂബിൽ നോക്കിയാണ് അറിയാൻ മേത്തതൊക്കെ ചെയ്യുന്നത്. എന്നാലും ചിലതൊക്കെ സക്സസ് ആവും, ചിലതൊക്കെ പാളി പോകാറുണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്യും. ഞാൻ തോറ്റ് പിന്മാറില്ല, വീണ്ടും ട്രൈ ചെയ്യും. പോരാളികളൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കും. തോറ്റ് പിന്മാറത്തില്ല ഞാൻ. പടം വരച്ചോ മക്കളെ? വരച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പടം വരച്ചിട്ട് കൊണ്ട് കാണിക്കും. പടം വരയ്ക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുവാ വരയ്ക്കുന്നത് നോക്കാൻ അറിയത്തില്ല. എന്നാലും വരച്ചു തീർന്നോ? കഷ്ടപ്പെട്ട് വരച്ചോണ്ടിരിക്കണം. എല്ലാരും ഒന്ന് കാണണം, വേണ്ടിട്ട് അഭിപ്രായം പറയണം. സന്നിയുടെ പടം എങ്ങനെയുണ്ടെന്ന്. സന്നി കിടന്നും ഇരുന്നും വരയ്ക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അംഗൻവാടിയില് അവര് കളറിങ് ഒക്കെ ചെയ്യിക്കും, പാട്ട് പഠിപ്പിക്കും, ഡാൻസ് കളിപ്പിക്കും, എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. മക്കളെ ഇന്ന് സാൻവിനെ ആരാ തെള്ളിയിട്ടേ? ആമി തെള്ളിയിട്ട്. അറിഞ്ഞോ? എല്ലാരും അറിഞ്ഞോ? സാൻവിനെ ആമി തെള്ളിയിട്ട്. വന്നപ്പോ തൊട്ട് സങ്കടം പറയുന്നുണ്ട്. അമ്മ എന്നെ ആമി തെള്ളിയിട്ട്. ഞാൻ അവിടെ ചെന്ന് വിളിക്കാൻ ചെന്നപ്പോഴേ എന്നോട് പറഞ്ഞു, അമ്മ ആമി തെള്ളിയിട്ട് എന്റെ ഉടുപ്പ്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ് അവര് കളിച്ച കൂട്ടത്തിലെങ്ങനെ എന്തോ പിടിച്ച് തള്ളുവോ എടുക്കും എന്തോ ചെയ്ത പിള്ളേരല്ലേ. അങ്ങനെ വീണെന്റെ സങ്കടം വന്ന് പറയുന്നുണ്ട്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവൾക്ക് കൂടുതൽ പരാതി പറയാനും വയ്യ. കിടന്ന് കഷ്ടപ്പെട്ട് വരച്ചോണ്ടിരിക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കിടന്നും വരെയാണ്. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഒരു രസമില്ലായിരുന്നു. ഇന്നലെ പക്ഷെ നല്ല ഇതായിരുന്നു. രാവിലെയൊക്കെ ഇത്തിരി ഇതുണ്ടായാലും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുറത്തൊക്കെ പോകാൻ നേരം മഴയൊന്നും ഇല്ലായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ മഴ പെയ്യാന്ന് വെച്ചാൽ കാറൊക്കെ എടുത്തിട്ട് പോയത്. മഴയൊന്നും പെയ്തില്ല, നല്ല ഇതായിരുന്നു. പക്ഷെ പോയിട്ട് നിന്നിട്ട് ചേട്ടന് ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് ചേട്ടന് വയ്യായിരുന്നു, തീരെ വയ്യായിരുന്നു. കാറ്റൊക്കെ അടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് കിടന്നുപോയി, ക്ഷീണമായിപ്പോയി. പനിയായിട്ട് ആശുപത്രിയിലൊന്നും പോയില്ല. ചേട്ടൻ തന്നെ മരുന്ന് കഴിക്കുകയാണ്. ആശുപത്രി പോകാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. തനത്ത എന്തൊക്കെയോ ഗുളിക കഴിക്കുകയാണ്. ഞാൻ ബുക്ക് ചെയ്ത് വരെ ഇട്ടതാണ്, ചേട്ടൻ പോയില്ല. ഞാൻ ആശുപത്രി പോകുന്നത് പണ്ടോട്ടേ തീരെ ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു ഗുളിക കഴിച്ച് പിടിച്ചു നിൽക്കാനാണ് ചെയ്യണത്. വരച്ചേ കൊണ്ട് കാണിച്ചേ. വരച്ചതിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. സന്നിയുടെ പടം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം. കഷ്ടപ്പെട്ട് വരയ്ക്കുകയാണ്. നിങ്ങൾ അതിൽ മനസ്സിലാക്കണം സന്നിയുടെ ബുദ്ധിമുട്ട്. കിടന്നാണ് വരയ്ക്കണം. നമുക്ക് കിടന്ന് വരയ്ക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാനെ കൊണ്ട്. വരച്ചോ? എന്നാ കൊണ്ട് കാണിച്ചേ. ഞാൻ കാണിക്കാം. ഇതുകൂടെ ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ട്. വെയിറ്റ് ചെയ്യ്, ഞാൻ ഇതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട്. ഇപ്പൊ കൊണ്ട് കാണിക്കാൻ ഞാൻ വരച്ച് ഫിനിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചെറിയ മോഡിഫിക്കേഷൻ ഞാൻ ഫിനിഷ് ചെയ്യട്ട്. കൊണ്ട് കാണിച്ചേ. ഞാൻ എൻ്റെ ചെറിയ കൊത്തുപണികൾ അതുകൂടെ ഉള്ളു ബാക്കി. എന്തുകൊണ്ടോ വരയ്ക്കണം എന്നറിയത്തില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കാൻ. ബുക്ക് എടുത്ത് വെച്ച് അതിനിടയ്ക്ക് കയ്യിലും കുത്തി വരയ്ക്കും, തറയിലും കുത്തി വരയ്ക്കും, അതും ചെയ്യും. എങ്കിലും ഇങ്ങനെ വരയ്ക്കാൻ ഇഷ്ടമാണ്. വരച്ചോക്കളെ. അയ്യോയോ അയ്യോയോ. വരച്ചേ കൊണ്ട് കാണീര്.
അപ്പം വേറെ എന്താണ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു 10 കൂടെ കൂടി വന്നിട്ടുണ്ട്. കുറച്ച് നാൾ നമ്മൾ വീഡിയോ ഒന്നും ഇടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഇതും ഇല്ലായിരുന്നു. ചാനൽ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഒരു മാറ്റം ഇല്ലാതെ 1.79K അങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പം 1.78 ആയിരുന്നു. ഇപ്പം 1.79 ആയിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സൊക്കെ എല്ലാം കാണാത്തവരൊക്കെ വീഡിയോ കാണുന്നുണ്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. വ്യൂ ചെയ്ത് പോകുന്ന എത്രയോ പേര് ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ലയോ എന്തോ. നമ്മള് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും അങ്ങനെ ഇടുന്നില്ല. എന്നാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. കുക്കിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഫോൺ വെക്കാനുള്ളൊരു, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടു. പക്ഷെ അതിൽ ഫോൺ വെക്കണ രീതി എനിക്കതങ്ങോട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഗ്യാസിൽ വെക്കുമ്പോൾ അത് ആ പാത്രം അതിലേക്ക് ഈ ഫോൺ അതിനനുസരിച്ച് ഇത് വെക്കാൻ പറ്റുന്നില്ല. അതാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ട്. മോർണിംഗ് റൂട്ടീനൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പിന്നെ പടം വരച്ചേ കൊണ്ട് കാണികളെ എൻ്റെ മോർണിംഗ് റൂട്ടീന്, ഉച്ചക്കത്തെ സ്പെഷ്യല് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും ഞാൻ ഇനി ട്രൈ ചെയ്തോണ്ടിരിക്കും. മോനെ കാണിച്ചേക്കണ പടം വരച്ചത്? ഞാൻ പടം വരച്ച് കഴിഞ്ഞില്ല, ഒന്ന് കഴിഞ്ഞോട്ട്. ഒന്ന് കാണിക്കണ വരച്ചത്രയും കാണിച്ചേ, വരച്ചത്രയും കാണിച്ചേ മോനെ. ഞാൻ എന്റെ ഫിനിഷിങ് വർക്കിലാണ്, സമയമില്ല. ഇപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളായി. പടം വരച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് കാണിക്കായിരുന്നു. കാണിച്ചാൽ മതി ഇങ്ങോട്ടത്. ഇതേ പടമായിട്ട് വരുന്നുണ്ട്. മോനെ കാണികളെ ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാ കാണികളെ അതിന്റെ പണി കഴിയാതെ പണിപ്പുരയിലാണ്. വെയിറ്റ് ചെയ്യൂ, വെയിറ്റ് ആൻഡ് സീ. കാണിച്ചേ എന്തൊക്കെയാണോ എന്തോ വരച്ചേക്കണതെന്ന് അറിയത്തില്ല, അവർക്ക് തന്നെ അറിയത്തില്ല. ചുമ്മാ അവിടെ ഇവിടെ ഇങ്ങനെ കുത്തിവരയ്ക്കുകയാണ്. എന്തൊക്കെയോ അതിന്റെ കലാപരിപാടികളിലാണ്. ആ കലാപക്കാര് കാണിച്ചേ മോനെ, വരച്ചത്രയും കാണിച്ചേ. മോനെ കാണിച്ചോട്. അവനെ കാണിച്ചോട്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇന്നലെ വീഡിയോയിൽ ചേട്ടനെ കാണിച്ചു തരുന്നത്. ചേട്ടന് വീഡിയോക്കൊന്നും സമയമില്ല. രാവിലെ പോകും, രാത്രി ഇനി 10 മണി കഴിയും വരുമ്പോ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങോട്ട് അമ്മ പിടിക്കാൻ അതെ കൊണ്ടുവരുന്നുണ്ട്. അമ്മ കാണിച്ചു കൊടുക്കട്ടെ. കാണത്തില്ല കള അങ്ങനെ പിടിച്ച. ഇതുകൊണ്ട് അമ്മ കാണിച്ചു കൊടുക്കും, അടുത്ത് പിടിച്ച് കാണിച്ചു. കുത്തി എന്തൊക്കെയോ വരച്ച് വെച്ചേക്കാണ്. അതാണ് പടം. ആ കുറെ നേരമായിട്ടിരുന്ന് വരച്ചതാണ്. ഒന്നുകൂടെ ഞാൻ വരയ്ക്കട്ടെ? ഞാൻ വരയ്ക്കാവേ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയണം. സന്വിയുടെ പടമാണ്. അപ്പൊ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.